എന്നാൽ ദിവസങ്ങൾ മുൻപോട്ട് പോകുന്തോറുമാണ് ദുര്യോധനൻ ആ കാര്യം മനസ്സിലാക്കിയത്. തൻ്റെ വിശ്വാസങ്ങൾ ശരി തന്നെയായിരുന്നു. ഈ 5 പേരും സാധാരണ മനുഷ്യന്മാർ തന്നെയാണ്. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ കഥകളുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ അതിലൊരു കാര്യം അയാൾക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. നാട്ടുകാരും കൊട്ടാരത്തിലെ ആളുകളും അവരെ കാണുന്ന രീതി. പലരും വന്ന് അവരെ ആരാധിക്കുന്നത് കാണുമ്പോൾ ദുര്യോധനന് എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത ഉള്ളിൽ വരുമായിരുന്നു. പക്ഷേ അതയാൾ പുറത്തു കാണിച്ചിരുന്നില്ല. ഭീഷ്മ പിതാമഹൻ പോലും അവരെ ആരാധിക്കുന്നത് കാണുന്നത് അയാൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. പതിയെ പതിയെ ദിവസങ്ങൾ മുൻപോട്ടു പോയി. ദുര്യോധനന്റെ മനസ്സിൽ അക്ഷമത വളരാൻ തുടങ്ങി. അവരുടെ മേലുള്ള ജനങ്ങളുടെ ഭ്രമം ഒരു ചൂഷണം പോലെ അയാൾക്ക് തോന്നുവാൻ തുടങ്ങി. അവരുമായി ദൈനംദിന സൗഹൃദവും ഇടപെടലുമുണ്ടെങ്കിലും അവരുമായുള്ള കളികളിൽ അയാൾ പങ്കെടുക്കാതെയായി. ഒരു രാത്രിയാണ് ആ വിചിത്ര സ്വപ്നം കണ്ട് ദുര്യോധനൻ ഞെട്ടി എഴുന്നേറ്റത്. അയാളെ പൂർണ്ണമായും ഭയപ്പെടുത്തുന്നതായിരുന്നു ആ സ്വപ്നം. ഉടനടി അയാൾ തന്റെ പിതാവിന്റെ അടുത്തേക്കോടി. പിതാവേ, എനിക്കൊരു ഭയമുണ്ട്. ജനം ആ പാണ്ഡവരെ ദൈവങ്ങളെപ്പോലെ ആരാധിക്കുന്നു. അവർ പോകുന്നിടത്തെല്ലാം ജനങ്ങൾ അവരുടെ മുൻപിൽ വണങ്ങി അനുഗ്രഹവും പ്രീതിയും നേടുന്നു. ഇതെന്റെ സിംഹാസനത്തിന് ഒരു ഭീഷണിയാകുമോ?